ANOVA, analysis of variance. It is simply used to compare the means of two or more groups by analyzing variance. ഇവിടെ കമ്പയർ ചെയ്യുന്നത് രണ്ടോ അതിലധികമോ ഗ്രൂപ്പ് ഡാറ്റകളുടെ മീനാണ്, അരിതമെറ്റിക് മീൻ വെച്ചിട്ടാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. നമ്മളവിടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് എഫ് ടെസ്റ്റാണ്. ഓക്കെ, നമ്മൾ ടി ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, അതുപോലെ ഒരു ടെസ്റ്റാണ് എഫ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ അനോവ നമുക്ക് ചെയ്യണമെങ്കിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് അസംഷൻസ് അവിടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്. അതിതൊക്കെയാണ്. പോപ്പുലേഷൻ എന്ന് പറയുന്നത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ്, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം പോപ്പുലേഷൻ. അതുപോലെ പോപ്പുലേഷൻ്റെ വാരിയൻസ് സെയിം ആയിരിക്കണം. അതായത് സെറ്റ് ഓഫ് ഡാറ്റ 2 ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ 2 ഗ്രൂപ്പിൻ്റെയും വാരിയൻസ് സെയിം ആയിരിക്കണം. അതുപോലെ ഒബ്സർവേഷൻസ് റാൻഡം സെലക്ട് ചെയ്തായിരിക്കണം, റാൻഡം എക്സ്പെരിമെൻ്റ് ആയിരിക്കണം അവിടെ നടന്നിട്ടുണ്ടാവുന്നത്. അതുപോലെ എന്തായിരിക്കണം, ഒബ്സർവേഷൻസ് ആർ നോൺ കോറിലേറ്റഡ്, ഇവിടെ കോറിലേഷൻ ഉണ്ടായിരിക്കരുത്, നോൺ കോറിലേറ്റഡ് ആയിരിക്കണം. ദെൻ ലാസ്റ്റ് വൺ, ദി റാൻഡം എറർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് വിത്ത് മീൻ 0 ആൻഡ് കോമൺ വേരിയൻസ് സിഗ്മ സ്ക്വയർ. ഓക്കെ, ഇത്രയും അസംഷൻസാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്. ദെൻ 2 ടൈപ്പ് അനോവയുണ്ട്, 1 വേ അനോവ ആൻഡ് 2 വേ അനോവ. അതിൽ 1 വേ അനോവ എന്ന് പറയുന്നത്, ഇൻ 1 വേ ക്ലാസിഫിക്കേഷൻ ദി ഒബ്സർവേഷൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഗ്രൂപ്പ്സ് ഓൺ ദി ബേസിസ് ഓഫ് സിമ്പിൾ ക്രൈറ്റീരിയ. ഒരു സിമ്പിൾ ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുക. 2 വേയിലാണെങ്കിൽ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഓൺ ദി ബേസിസ് ഓഫ് 2 ക്രൈറ്റീരിയ, 2 ക്രൈറ്റീരിയ ഉണ്ടായിരിക്കും അവിടെ. അപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ 1 വേ ആണോ 2 വേ ആണോ എന്ന് തിരിച്ചറിയുന്നത് ഇത് വെച്ചിട്ടാണ്. എങ്ങനെയാണ് അത് ചെയ്യുന്നത് വെച്ചാൽ, ഇനി 1 വേ അനോവ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അവിടെ വേണ്ടതെന്ന് കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. പക്ഷേ ഇതൊക്കെ ഈ പറയുന്നതിനേക്കാൾ ഇതിൻ്റെ പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയർ ഇങ്ങനെ പറയുന്നതിനേക്കാൾ എളുപ്പം നമുക്കൊരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലൂടെ വേണം പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മളൊരു എഫ് റേഷ്യോ കാൽക്കുലേറ്റ് ഉണ്ട്, MSC/MSE. ഈ MSCയും MSEയും കിട്ടാനാണ് ഇതിന് മുന്നേയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നത്. ഈ ഒരു റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പിന്നെ കണ്ടുപിടിക്കേണ്ടത് C-1ഉം N-C. C എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കോളംസും, അതായത് ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് കോളംസും കുറച്ച് റോസും ആയിട്ടാണ് തന്നിട്ടുണ്ടാവുക. C എന്ന് പറയുന്ന നമ്പർ ഓഫ് കോളംസും, N എന്ന ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസുമാണ്. ഇത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി നമുക്കൊരു എഫ് റേഷ്യോ ഉണ്ട്, അത് കഴിഞ്ഞ് ഇത് കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഉണ്ടല്ലോ, അതിൽ എഫ് റേഷ്യോൻ്റെ ഒരു പേജുണ്ട്. ആ പേജിൽ നമ്മൾ ഇത് C-1 N-C എവിടെയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ നിന്നൊരു വാല്യൂ നമുക്കവിടെ കിട്ടും. ആ കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂവും ഈ എഫ് റേഷ്യോയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ കമ്പയർ ചെയ്ത് എന്ത് കിട്ടണമെന്ന് വെച്ചാൽ, ഇഫ് ദി കാൽക്കുലേറ്റഡ് വാല്യൂ, അതായത് ഇവിടെ കിട്ടിയ വാല്യൂ ലെസ് ദാൻ ടേബിൾ വാല്യൂനേക്കാൾ ഇപ്പോൾ കിട്ടിയ വാല്യൂ നമുക്ക് ചെറുതാണെങ്കിൽ നമ്മളുടെ ഹൈപ്പോത്തിസിസ്, അതായത് നമ്മളൊരു ടെസ്റ്റ് നടത്തുമ്പോൾ ഒരു ഹൈപ്പോത്തിസിസ് അവിടെ ഉണ്ടാവുമല്ലോ, ഇന്നതാണ്. അതായത് പറഞ്ഞു ഓൾറെഡി അനോവ ചെക്ക് ചെയ്യുന്നത് കമ്പയർ മീൻസ് ആണ്. അപ്പോൾ അരിതമെറ്റിക് മീൻ ഈക്വൽ ആണ് അല്ലെങ്കിൽ അരിതമെറ്റിക് മീൻ ഈക്വൽ അല്ല എന്നായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അസംഷൻ അരിതമെറ്റിക് മീൻ ഈക്വൽ ആണ് എന്നാണെങ്കിൽ, ഈ ഒരു കണ്ടീഷനാണെങ്കിൽ കാൽക്കുലേറ്റഡ് റേഷ്യോ ലെസ് ദാൻ ടേബിൾ വാല്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ പിന്നെ ഹൈപ്പോത്തിസിസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും. അതർവൈസ് എന്ത് പറയും, അത് റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് എഴുതി വയ്ക്കാം, ഈ ഒരു ടേബിൾ പോലെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താ, ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക, ഇങ്ങനൊരു ടേബിളായിട്ട്. ഇവിടെ ട്രീറ്റ്മെൻറ്റും പ്ലോട്ട് നമ്പറും തന്നിട്ടുള്ളത്. അപ്പോൾ ട്രീറ്റും പ്ലോട്ടും, അതായത് ഒരു സ്ഥലത്ത് ഇത്രയും ട്രീറ്റ്മെൻറ്റുകളും 4 ട്രീറ്റ്മെൻറ്റുകൾ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഈൽഡിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യന് ക്യാരി ഔട്ട് ദി അനാലിസിസ് ഓഫ് വേരിയൻസ് ആൻഡ് സ്റ്റേറ്റ് ദി കൺക്ലൂഷൻ എന്നാണ്. അവിടെ നമുക്ക് പറയാനുള്ള കാര്യം അരിതമെറ്റിക് മീൻ ഈക്വൽ ആണ് എന്നൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ H0 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അസംഷന്
ഡിനോട്ട് ചെയ്യുന്നത്. ഇതിന് നൾ ഹൈപ്പോത്തിസിസ് എന്നാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നൾ ഹൈപ്പോത്തിസിസ് ആയിട്ട് ദി മീൻ ഓഫ് സാമ്പിൾ ആർ ഈക്വൽ എന്ന് എടുത്തു. ദെൻ H1 അതായത് ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് ആയിട്ട് മീൻ ഓഫ് സാമ്പിൾ ആർ നോട്ട് ഈക്വൽ എന്ന് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട്, അതായത് നമുക്ക് വേണ്ടത് റേഷ്യോ ആണ്. റേഷ്യോ എന്ന് പറയുന്നത് MSC/MSE ആണ്. അവിടേക്ക് എത്താനുള്ള കാര്യങ്ങളാണ്. ഓരോന്നോരായിട്ട് നോക്കാം. ആദ്യം കണ്ടുപിടിക്കുന്നത് T ആണ്. T എന്ന് പറഞ്ഞാൽ സം ഓഫ് ഓൾ ഒബ്സർവേഷൻസ് ഇൻ റോ ആൻഡ് കോളം. ഓരോ റോയിലും ഓരോ കോളത്തിലുമുള്ള എല്ലാ എലമെൻറ്റുകളുടെയും എല്ലാ നമ്പേഴ്സിൻ്റെയും ടോട്ടൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ കോളത്തിലും ടോട്ടൽ നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ ഓരോ കോളത്തിലും ടോട്ടലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 4 കൂടെ ആഡ് ചെയ്താൽ മതി. ഉണ്ടോ 240, 330, 330, 400. അതാണ് നമുക്കിവിടെ 1300 എന്ന് കിട്ടുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത്. രണ്ടാമത് കണ്ടുപിടിക്കുന്നത് SST ആണ്. SST എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് മൈനസ് T²/n. ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ എഴുതി വെച്ചൊന്നും അത്ര കാര്യമാക്കി എടുക്കേണ്ട, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓൾ ഒബ്സർവേഷൻസ് അതെന്ന് പറയുന്നത് ഈ ഓരോ ഒബ്സർവേഷൻ്റെയും സ്ക്വയറുകൾ കണ്ടിട്ട് അതിൻ്റെ സം. ഇപ്പോൾ 42² + 48² + 68² + 80². ജസ്റ്റ് ആ കിട്ടിയ ആൻസറാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അത് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നതല്ല, ഇത് കണ്ടുപിടിച്ചതാണ്. അങ്ങനെ ഓരോന്നിൻ്റെയും സ്ക്വയർ എടുത്തിട്ട് സമ്മ് കാണണം. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ട്? 5 റോയും 4 കോളും 20 ഒബ്സർവേഷൻ്റെയും സ്ക്വയർ എടുക്കുക, സം കാണാം. ടോട്ടൽ കിട്ടുന്നത് 88,736. അതായത് 88,736 കിട്ടും. മൈനസ് T²/n. T² എന്ന് പറഞ്ഞാൽ 1300 സ്ക്വയർ ബൈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഒബ്സർവേഷൻസ് ഞാൻ പറഞ്ഞു. ഇവിടെ കോളത്തിലെ എലമെൻസും റോയിലെ എലമെൻസും കൂടി ടോട്ടൽ എഴുതും. 4 × 5 20. അതാണ് ഈ n എത്രയെന്നുള്ളത് മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അത് ആൻസറിൽ എഴുതാനുള്ളതല്ല, ജസ്റ്റ് പെൻസിൽ കൊണ്ട് എഴുതിയതാണ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബൈ n × 20 കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആൻസർ നമുക്ക് 4236 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് SSC ആണ്. അത് കോളം വൈസായിട്ട് നമ്മളവിടെ ടോട്ടൽ കണ്ടിട്ടുണ്ടല്ലോ. ആ ടോട്ടൽ കണ്ടതിൻ്റെ സ്ക്വയർ ബൈ ആ കോളത്തിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. നേരത്തെ നമ്മൾ ക്യാപിറ്റൽ N ആയിരുന്നു, ഇവിടെ സ്മോൾ n ആണ്. ആ കോളത്തിൽ എത്ര എലമെൻ്റ് ഉണ്ട് അതാണ് വേണ്ടത്. അവിടെ ഓരോന്നിലും 5 എലമെൻ്റ് വീതമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരോന്നിൻ്റെയും ടോട്ടൽ താഴെ ഉണ്ടായിരുന്നു 240 ഹോൾ സ്ക്വയർ ബൈ 5, 330, അങ്ങനെ ഓരോന്നിൻ്റെ സ്ക്വയർ. ദെൻ ഒക്കെ കഴിഞ്ഞിട്ട് മൈനസ് T²/n ഉണ്ട്. അതുപോലെ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, അതിൻ്റെ ആൻസർ 2580 എന്ന് കിട്ടും. ദെൻ SSE ആണ് നെക്സ്റ്റ് കാണേണ്ടത്. SSE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSTയിൽ നിന്ന് SSC മൈനസ് ചെയ്താൽ മതി. അതിവിടെ കണ്ടുപിടിക്കാം. പിന്നെ MSC എന്ന് പറഞ്ഞാൽ SSC/C-1. ഇവിടുത്തെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് കോളംസ് ആണ്. നമ്പർ ഓഫ് കോളംസ് 4 ആണ്. 4 - 1 3 വരും. ദെൻ അതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കുന്നു? MSE കണ്ടുപിടിക്കുന്നു. SSC/n-n ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്, C നമ്പർ ഓഫ് കോളംസ്, 20 - 4 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ നമുക്ക് കിട്ടും. ദെൻ F റേഷ്യോ കണ്ടുപിടിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, കിട്ടിയില്ലേ? ഇനി ടേബിൾ വാല്യൂ ഞാൻ പറഞ്ഞു എഫ് റേഷ്യോ അല്ലെങ്കിൽ F ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ടേബിളിൽ ഒരു ഭാഗമുണ്ട്. അത് ഏതാ പേജ് നമ്പർ എന്നുള്ളത് ഞാൻ ഇട്ടുതരാം. ഓക്കെ, അതിൽ നമുക്ക് C-1 n-v ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആണ് കണ്ടുപിടിക്കുന്നത്. അതിൽ n-1 ഇവിടെ കിട്ടുന്നത് C-1 കിട്ടുന്നത് 3 ആണ്. n-c 16 ആണ്. ഇതിനെ n1 ആയിട്ടും ഇതിനെ n2 ആയിട്ടും എടുക്കുക. അവിടെ n1 n2 ഇങ്ങോട്ട് താഴേക്കും n2 ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതിൽ ഒക്കെ കഴിഞ്ഞാൽ രണ്ടും കൂടി ചേരുന്ന പോയിൻ്റ് കണ്ടുപിടിച്ചാൽ 3.24 ആയിരിക്കും. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റഡ് വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 8.3092 ടേബിൾ വാല്യൂ 3.24 ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ടേബിൾ വാല്യൂ ലെസ് ദാൻ കാൽക്കുലേറ്റഡ് വാല്യൂ ആണ്. അതായത് നമുക്കിവിടെ റിജക്റ്റ് H0 ആണ്. അതായത് ദി മീൻ ഓഫ് സാമ്പിൾസ് ആർ നോട്ട് ഈക്വൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഓക്കെ,
ഇതാണ് 1 ബൈ അനോവ.